ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. പ്രധാനമായിട്ട് സദ്യയിലൊക്കെ കാണുന്ന വെള്ളരിക്ക പച്ചടി. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തും അതുപോലെ വിഷു ഒക്കെ വരില്ലേ, അപ്പോൾ നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ നമുക്ക് ഈ വെള്ളരിക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു വെള്ളരിക്കയാണ് ഞാനിവിടെ പച്ചടി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. വെള്ളരിക്ക തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഇത്രയും ചെറുതാക്കിയിട്ട് വേണം പച്ചടിയിലേക്കുള്ള വെള്ളരിക്ക കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കുക്കർ എടുക്കുക. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺപാത്രത്തിലോ വേറെ പാത്രത്തിലോ ഒക്കെ വേവിക്കാനായിട്ട് എടുക്കാം. വെള്ളരിക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി ഈ വെള്ളരിക്ക നുറുക്കിയത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേവിക്കാൻ ആവശ്യത്തിനുള്ള 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ അടച്ച് സ്റ്റൗവിൽ വെച്ച് ഓൺ ചെയ്തതിന് ശേഷം ഒരു 3 വിസിലടിക്കുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി വെള്ളരിക്ക വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചിരവിയത് കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന വെള്ളരിക്കനുസരിച്ചിട്ട് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കടുക് എന്നിവ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങ ഒരു 5 മിനിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരിലുള്ള ഈ കട്ട ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മോര് പോലെ അധികം ലൂസാവാൻ വേണ്ട, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളരിക്ക വേവൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഈ അരപ്പ് ഒരു തവി ഉപയോഗിച്ചിട്ട് വെള്ളരിക്കയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ജാറിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു മാറ്റി വെച്ചിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തൈരും ഇതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം ഒന്ന് പതച്ചാൽ മതി, തിളച്ച് പോകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം. പഞ്ചസാര ഇതിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ പച്ചടി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം താളിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉണക്കമുളകും കുറച്ച് വേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ വേപ്പിലയും ഉണക്കമുളകൊക്കെ ഒന്ന് വറവായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഈ വറവ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. പച്ചടി നമ്മൾ സാധാരണയായിട്ട് ബീട്രൂട്ട് കൊണ്ടും പൈനാപ്പിൾ, മത്തൻ കൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യുക. അപ്പോൾ അപ്ലോഡിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.